ഹലോ, ഗുഡ് ഈവനിങ്. എല്ലാ പ്രിയപ്പെട്ട പ്രേക്ഷകർക്കും റിപ്പോർട്ടർ പ്രസ് കോൺഫറൻസിലേക്ക് സ്വാഗതം. എല്ലാ ദിവസവും വൈകിട്ട് 6:30 നമുക്കൊപ്പം ഒരു അതിഥി എത്തിച്ചേരാറുണ്ട് റിപ്പോർട്ടർ പ്രസ് കോൺഫറൻസിൽ. ഇന്നത്തെ നമ്മുടെ അതിഥി മറ്റാരുമല്ല, പുതുപ്പള്ളിയുടെ സ്വന്തം MLA ചാണ്ടി ഉമ്മൻ. ശ്രീ ചാണ്ടി ഉമ്മൻ, സ്വാഗതം റിപ്പോർട്ടർ പ്രസ് കോൺഫറൻസിലേക്ക്. താങ്ക് യു സോ മച്ച്. ശ്രീ ചാണ്ടി ഉമ്മൻ, എനിക്കൊപ്പം ഉണ്ണി ബാലകൃഷ്ണൻ സാറുണ്ട്. ഉണ്ണി ബാലകൃഷ്ണൻ സാറിൻ്റെതാണ് ആദ്യത്തെ ചോദ്യം. നമ്മുടെ ചാണ്ടി ഉമ്മനോടുള്ള ഫസ്റ്റ് ഷോട്ട്. നമസ്കാരം ശ്രീ ചാണ്ടി ഉമ്മൻ. ഇപ്പോൾ എന്തായാലും നമ്മൾ ഈ പ്രസ് കോൺഫറൻസിൽ കാണുന്ന ഒരു സാഹചര്യം എന്ന് പറയുന്നത്, സംസ്ഥാനത്ത് എസ് എഫ് ഐയുമായി ബന്ധപ്പെട്ട് ഇപ്പോൾ ഒരു വിവാദം നിലനിൽക്കുന്നുണ്ട്. അത് കൊയിലാണ്ടി ഗുരുദേവ കോളേജുമായി ബന്ധപ്പെട്ടുണ്ട്, അതേപോലെ തന്നെ കാര്യവട്ടത്ത് ഇടിമുറിയുമായി ബന്ധപ്പെട്ടുണ്ട്. അപ്പോൾ ആ വിഷയത്തിലാണ് നമ്മളിന്ന് കണ്ടുമുട്ടുന്നത്. ഇത് സംബന്ധിച്ച് വ്യത്യസ്തങ്ങളായ ഒട്ടേറെ പ്രതികരണങ്ങൾ വരുന്നുണ്ട്. താങ്കൾക്കറിയാമല്ലോ, ഇന്ന് MV ഗോവിന്ദൻ മാസ്റ്റർ അടക്കം വാർത്താ സമ്മേളനം നടത്തി SFIക്ക് എന്തെങ്കിലും തെറ്റ് വന്നിട്ടുണ്ടെങ്കിൽ അത് തിരുത്തും എന്ന് പറഞ്ഞിട്ടുണ്ട്. കഴിഞ്ഞ ദിവസം നിശ്ചയമായും താങ്കൾ കൂടി ഇരിക്കുന്ന നിയമസഭാ സമ്മേളനത്തിൽ വെച്ച് മുഖ്യമന്ത്രി SFIയെ പിന്തുണച്ച് സംസാരിച്ചു എന്ന യാഥാർത്ഥ്യവും നിൽക്കുന്നുണ്ട്. നോക്കൂ, ഇവിടുത്തെ ഒരു പ്രശ്നം, വിദ്യാർത്ഥി രാഷ്ട്രീയത്തിലെ അവസാനത്തെ രക്തസാക്ഷി ആരാണ് കേരളത്തിൽ? അത് ഇടുക്കിയിലെ ധീരജ് രാജേന്ദ്രനാണ്. അദ്ദേഹമാണ് അവസാനം കൊല്ലപ്പെട്ടത് എന്നാണ് എൻ്റെ ഓർമ്മ, 2022. അവിടെ പ്രതിസ്ഥാനത്ത് നിൽക്കുന്നത് യൂത്ത് കോൺഗ്രസ് ആണ്, അല്ലേ? നിഖിൽ പൈലി എന്ന യൂത്ത് കോൺഗ്രസ് നേതാവാണ്. അതിനു മുമ്പ് കേരളം ചർച്ച ചെയ്തത് മഹാരാജാസ് കോളേജിലെ അഭിമന്യുവിൻ്റെ കൊലപാതകമായിരുന്നു. അത് അദ്ദേഹവും SFI പ്രവർത്തകനാണ്. അപ്പോൾ അടുത്തിടെ വിദ്യാർത്ഥി രാഷ്ട്രീയവുമായി ബന്ധപ്പെട്ട് കേരളത്തിലുണ്ടായ 2 രക്തസാക്ഷികൾ SFIയിൽ നിന്നാണ്. ഈ ധീരജിൻ്റെ കൊലപാതകത്തിന് ശേഷം KPC അധ്യക്ഷൻ പറഞ്ഞത് ഇരന്നു വാങ്ങിയ മരണം എന്നാണ്. അതൊക്കെ ഇന്ന് വളരെ വ്യക്തമായി MV ഗോവിന്ദൻ മാസ്റ്റർ അടക്കമുള്ളവർ ഉന്നയിക്കുന്നുണ്ട്. SFIയുടെ സംസ്ഥാന സെക്രട്ടറിയും അത് ഉന്നയിച്ചിരുന്നു. ആ അർത്ഥത്തിൽ ഈ പറയുന്ന അക്രമ രാഷ്ട്രീയത്തിൻ്റെ പതാകവാഹകരായി KSUവും കോൺഗ്രസും യൂത്ത് കോൺഗ്രസും ഒക്കെ ഉള്ളപ്പോൾ എങ്ങനെയാണ് ഇന്നത്തെ ഈ SFIയുടെ കഴിഞ്ഞ ദിവസത്തെ പ്രകടനങ്ങളെയൊക്കെ കുറിച്ച് നിങ്ങൾക്ക് എന്ത് ധാർമ്മികതയുടെ അടിസ്ഥാനത്തിലാണ് നിങ്ങൾ അതിനെയൊക്കെ വിമർശിക്കുന്നത്? അല്ല, എനിക്ക് ഒരു സ്ഥലത്തെ കാര്യം കൂടെ സൂചിപ്പിക്കാനുണ്ട്. കാര്യവട്ടവും ഗുരുദേവ ക്യാമ്പസും മാത്രമല്ല, മാറി വാനസിലെ കുട്ടികളെ അവർ ആശുപത്രിയിൽ ചികിത്സ തേടിപ്പോയപ്പോൾ അവിടെ കയറി അടിച്ചു. 15ഓളം കുട്ടികളെ കയറി അടിച്ചു. കഴിഞ്ഞ ദിവസം അതിൻ്റെ പ്രതിഷേധം ഞാൻ ഇന്നലെ മാറി വാനസ് കോളേജിൽ ഉദ്ഘാടനം ചെയ്തിട്ടാണ് ഞാൻ പുതുപ്പള്ളി പോയത്. അപ്പോൾ ഇവിടെ SFI എന്ന സംഘടന നടത്തുന്ന പ്രവർത്തനം ഇത് ഇന്നും ഇന്നലെ തുടങ്ങിയതല്ലല്ലോ. പരുമല പമ്പയാറ്റിൽ ABVPയുടെ പ്രവർത്തകർക്ക് എന്താ പറ്റിയത്? നമുക്ക് കണക്കെടുക്കാം, ലിസ്റ്റ് എടുക്കാം. എത്ര മരണങ്ങളാണ് ഈ അക്രമ രാഷ്ട്രീയത്തിൻ്റെ ഫലമായി നടന്നിരിക്കുന്നത്. ഇപ്പോൾ ഏറ്റവും അവസാനത്തെ കൊലപാതകത്തിൻ്റെ കാര്യം സൂചിപ്പിച്ചു. ആരാണ് ഭരിക്കുന്നത്? ഏത് സർക്കാരാണ് ഭരിക്കുന്നത്? ആ സർക്കാരിന് നടപടിയെടുക്കാമല്ലോ. അങ്ങനെ കുറ്റം ചെയ്ത ആരെയും ഞങ്ങൾ സംരക്ഷിക്കാൻ ആഗ്രഹിക്കുന്നില്ല. ഇവിടെ തെറ്റ് ചെയ്തിട്ടുണ്ടെങ്കിൽ ശിക്ഷ അനുഭവിക്കട്ടെ. കുറ്റപത്രത്തിൻ്റെ അവസ്ഥ പോലും എന്താണെന്ന് എനിക്കറിയില്ല. അതുകൊണ്ട് ഇത് ആരെങ്കിലും പുറത്ത് ചാരുന്നത് ശരിയല്ല. അപ്പോൾ അതവിടെ നിൽക്കട്ടെ. ഇപ്പോൾ അഭിമന്യുവിൻ്റെ കേസ് എടുക്കാം. അതിൻ്റെ പ്രതികളെ സംരക്ഷിച്ചത് ആരാണ് അതിൻ്റെ പ്രതികൾ? കോൺഗ്രസ്സുകാരാണോ അല്ലെങ്കിൽ മറ്റേതെങ്കിലും പാർട്ടിക്കാരാണോ? ഏത് പാർട്ടിക്കാരെന്ന് എല്ലാവർക്കും അറിയാമല്ലോ. അവരെ സംരക്ഷിച്ചത് ആരാ? അപ്പോൾ അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ സമൂഹത്തിൽ നിൽക്കുകയാണ്. നമുക്ക് ഇവിടെ ചോദ്യം ചെയ്യാനുള്ളത്, ഈ തരത്തിലുള്ള രാഷ്ട്രീയം ആര് ചെയ്താലും ശരി, അത് ഏത് പാർട്ടി ചെയ്താലും ശരി, അത് ശരിയല്ല. അത് മുന്നോട്ട് പോകാൻ സാധിക്കത്തില്ല. കാരണം വിദ്യാർത്ഥികൾ കോളേജിൽ പോകുന്നത് വിദ്യാർത്ഥിയാവാനാണ്. ഓരോ മാതാപിതാവും തൻ്റെ മകളെ ക്യാമ്പസിലേക്ക് വിടുന്നത് വിദ്യാർത്ഥി ജീവിതം പൂർത്തിയാക്കി, പഠനം പൂർത്തിയാക്കി മികച്ച നേതാവായി വരാനാണ്. ഏത് രംഗത്താണെങ്കിലും ശരി, അവൻ നേതാവായി ഏറ്റവും നമ്പർ 1 വരാനാണ് ഏതൊരു മാതാപിതാവും ആഗ്രഹിച്ച് വിടുന്നത്. പക്ഷെ അങ്ങനെ ആഗ്രഹിച്ച് വിടുന്ന മാതാപിതാക്കളുടെ മക്കളെ എന്താണ് ഈ രാഷ്ട്രീയം ചെയ്യുന്നത്? അവർ കൊലക്കളത്തിലേക്ക് തള്ളിവിടുന്ന പോലെ ഇന്നത്തെ സാഹചര്യം. ഇന്നെന്തുകൊണ്ടാണ് ക്യാമ്പസുകൾ വിജനമായി? ഞാൻ 1 വർഷത്തോളം മാറി വാനസ് കോളേജിൽ പഠിച്ചപ്പോൾ ഏറ്റവും ആവശ്യമുണ്ടായിരുന്ന കോഴ്സുകളെല്ലാം ഇന്ന് ആളുകളില്ലാതായി മാറി. ക്യാമ്പസുകൾ വിജനമായി. ഇന്ന് ആർട്സും സയൻസും പഠിക്കാനൊന്നും പിള്ളേരില്ല, കോളേജുകളിൽ കുട്ടികളില്ല. എല്ലാവരും നമ്മുടെ നാട് വിടുകയാണ്. ഒന്നുകിൽ കേരളത്തിന് പുറത്ത് അല്ലെങ്കിൽ വിദേശ രാജ്യത്തേക്ക്. അവർ ജർമ്മൻ പഠിക്കുന്നു, സ്പാനിഷ് പഠിക്കുന്നു, മറ്റുള്ള ഭാഷകൾ പഠിച്ച് കേരളത്തിന് പുറത്തേക്ക് പോകുന്നു. ക്യാമ്പസുകൾ ഇന്ന് ഡ്രഗ്സിൻ്റെ ഏരിയകളായി മാറി. ഞാൻ പറയുന്നത്, ഇവിടെ നല്ലൊരു വിദ്യാർത്ഥി പ്രസ്ഥാനം ഉണ്ടെങ്കിൽ മെജോറിറ്റി ഭൂരിപക്ഷം ഏത് പാർട്ടിയാണ്?
ആ പാർട്ടിയുടെ നേതൃത്വത്തിൽ എന്താണ് നടക്കുന്നത് അത് നോക്കിയാൽ പോരെ. അതാണ് ഇവിടെ SFIക്കെതിരെ ഞങ്ങൾ പറയുന്ന ആരോപണം. ഇത് ഞാൻ മാത്രം പറയുന്നതല്ല, ജനയുഗം പറയുന്നു. നമുക്ക് പൊതുപ്രസ്താവങ്ങൾ നടത്താൻ എളുപ്പമാണ് അല്ലേ? വിദ്യാർത്ഥികൾ കോളേജിലേക്ക് പോകുന്നത് പഠിക്കാനാണ്, ഏത് മേഖലയിലായാലും അവർ വളർന്നു വരണം, നേതാവാകണം എന്നൊക്കെയുള്ള പൊതുപ്രസ്താവങ്ങൾ നടത്താൻ എളുപ്പമാണ്. പക്ഷേ വിദ്യാർത്ഥി രാഷ്ട്രീയവുമായി ബന്ധപ്പെട്ട് പ്രവർത്തിച്ചിട്ടുള്ള ആളാണല്ലോ താങ്കളും. അപ്പോൾ താങ്കൾക്കറിയാം എങ്ങനെയാണ് ഒരു ക്യാമ്പസിൽ വിദ്യാർത്ഥി പ്രസ്ഥാനങ്ങൾ പ്രവർത്തിക്കുന്നത് എന്നൊക്കെ. ഞാൻ പറഞ്ഞത് 1971 MG കോളേജിലെ ദേവപാലൻ എന്ന രക്തസാക്ഷി മുതൽ ഏറ്റവും ഒടുവിൽ ഇടുക്കിയിലെ ധീരജ് രാജേന്ദ്രൻ വരെ 35 രക്തസാക്ഷികളുണ്ട് SFIക്ക്. ഈ 35 രക്തസാക്ഷികളിൽ ഭൂരിഭാഗം രക്തസാക്ഷികളുമാകപ്പെട്ട മനുഷ്യരുടെ കൊലപാതകത്തിന് പിന്നിൽ KSU അല്ലെങ്കിൽ കോൺഗ്രസ്, യൂത്ത് കോൺഗ്രസ് എന്നീ സംഘടനകളാണ് പ്രതിസ്ഥാനത്തുള്ളത്. അപ്പോൾ ഏകപക്ഷീയമായി ഇപ്പോൾ SFI ഒരു വെല്ലുവിളി വിളിച്ചിരിക്കുന്നു, അല്ലെങ്കിൽ ഒരു കൊലവിളി നടത്തിയിരിക്കുന്നു, ഒരു പ്രിൻസിപ്പലിനെതിരെ സംസാരിച്ചിരിക്കുന്നു, അല്ലെങ്കിൽ ഇടിമുറിയിലിട്ട് ഞാൻ അതിനൊന്നും ന്യായീകരിക്കില്ല. ഞാനൊന്ന് ചോദ്യം പൂർത്തിയാക്കിക്കോട്ടെ. ഇടിമുറിയെ ഒന്നും ന്യായീകരിക്കുന്നില്ല കേട്ടോ. SFIയുടെ ഈ പറഞ്ഞ കഴിഞ്ഞ ദിവസത്തെ ആ നേതാവിൻ്റെ പ്രസംഗത്തെ ഒന്നും ന്യായീകരിക്കുന്നില്ല. പ്രശ്നം നമ്മൾ ഇപ്പോഴുണ്ടായിരിക്കുന്ന സംഭവം മുഴുവനും ഈ SFI എന്തോ വലിയ കുഴപ്പമാണ് എന്ന് വരുത്തി തീർക്കുന്ന രീതിയിലുള്ളൊരു പ്രചാരണം നടത്തുമ്പോൾ ഇപ്പുറത്ത് KSU ഒട്ടും മോശക്കാരല്ല എന്നൊരു സാഹചര്യം നിൽക്കുന്നു ശ്രീ ചാണ്ടി ഉമ്മൻ. അതാണ് ഞാൻ ചൂണ്ടിക്കാണിച്ചത്. ഞാനൊന്ന് സൂചിപ്പിച്ചോട്ടെ, ഇത് ഞാൻ പറയുന്ന പോട്ടെ. ഇപ്പം ഇടതുപക്ഷത്തിൻ്റെ ഏറ്റവും ശക്തിയായ പാർട്ടിയാണല്ലോ, രണ്ടാമത്തെ പാർട്ടിയാണല്ലോ CPI. CPIയുടെ പത്രം ജനയുഗം എന്താണ് SFIയെ കുറിച്ച് പറയുന്നത്, എന്താണ് ASF നേതാക്കന്മാർ SFIയെ കുറിച്ച് പറയുന്നത്, ASFിൻ്റെ ഒരു വനിതാ നേതാവിനെ ഏറ്റവും നികൃഷ്ടമായ ഭാഷയിൽ എങ്ങനെയാണ് അപമാനിച്ചത്, എങ്ങനെയാണ് അവർക്ക് കൂടുതൽ പ്രൊട്ടക്ഷൻ, രാഷ്ട്രീയമായ പ്രൊട്ടക്ഷൻ ഗവൺമെൻറ് കൊടുക്കുന്നത്. നിങ്ങൾക്കറിയാമല്ലോ, ഞാൻ ജനറലൈസ് ചെയ്ത് പറഞ്ഞതൊന്നുമല്ല, ഈ കോൺഗ്രസിൽ KSUയിലൂടെ കടന്നു വന്നവരൊക്കെ മികച്ച നേതാക്കന്മാരായി വന്നവരാണ്. അത് AK ആന്റണി തൊട്ട് വയലാർ രവി തൊട്ട് ഉമ്മൻചാണ്ടി തൊട്ട് KC വേണുഗോപാൽ വരെ ഇന്ന് രാജ്യത്തിൻ്റെ രാഷ്ട്രീയം നിയന്ത്രിക്കുന്ന ഒരാളായി KC വേണുഗോപാൽ മാറിയെങ്കിൽ അത് KSU പ്രസ്ഥാനമാണ്. അങ്ങനെ KSUയിലൂടെ കടന്നു വന്നവർ നേതാക്കന്മാരായി മാറി, എത്ര ക്രിമിനലുകളായി മാറി നിങ്ങൾ തന്നെ ആലോചിച്ച് നോക്കൂ. അവിടെയാണ് SFIയുടെ വ്യത്യാസം നിങ്ങൾ കാണേണ്ടത്. SFI മറ്റൊരു രാഷ്ട്രീയ പ്രസ്ഥാനം പോലെ അല്ല ഇപ്പോൾ പ്രവർത്തിച്ചുകൊണ്ടിരിക്കുന്നത്. അവർക്ക് ഇന്ന് ക്രിമിനൽ ആക്ടിവിറ്റി അവരുടെ ജീവിതത്തിൻ്റെ ഭാഗമായി മാറി. അതിനെ പാമ്പർ ചെയ്യാണ് ഗവൺമെൻറ് ചെയ്യുന്നത്, അതിനെ പാമ്പർ ചെയ്യാണ് CPM ലീഡർഷിപ്പ് ചെയ്യുന്നത്. പക്ഷേ തെറ്റ് തിരുത്തുമെന്ന് പാർട്ടി സെക്രട്ടറി പറഞ്ഞിട്ടുണ്ട്, സ്വാഗതാർഹമാണ്. തെറ്റ് തിരുത്തുന്നത് രക്ഷാപ്രവർത്തനം ശരിയാണെന്ന് പറഞ്ഞാണ് തെറ്റ് തിരുത്തുന്നതെങ്കിൽ അത് അംഗീകരിക്കാൻ ബുദ്ധിമുട്ടാണ്. ഞങ്ങൾ സമാധാനപരമായി അവിടെ സമരം ചെയ്യുന്ന സ്ഥലത്ത് കാര്യവട്ടം ക്യാമ്പസിൽ അതുമായി ബന്ധപ്പെട്ട ഒരു പ്രശ്നത്തിന് ഞാൻ പോലീസ് സ്റ്റേഷനിൽ ചെല്ലുന്നു. ആ പോലീസ് സ്റ്റേഷനിൽ ചെല്ലുമ്പോൾ സമാധാനപരമായിട്ടാണ് ഞങ്ങളവിടെ സമരം ഇരിക്കുന്നത്. ഒരാൾ മുദ്രാവാക്യം പോലും വിളിച്ചില്ല. എൻ്റെ ഫേസ്ബുക്കിൽ ലൈവ് കിടപ്പുണ്ട്. ആദ്യം മുദ്രാവാക്യം വിളിച്ചില്ല, പിന്നെ മുദ്രാവാക്യം വിളിച്ചു. അവിടെ ഇരിക്കുന്ന ഞങ്ങൾ ഒന്നും ചെയ്യാതിരിക്കുമ്പോഴാണ് വിൻസെൻ്റ് MLA വരുമ്പോൾ അദ്ദേഹത്തെ ആക്രമിക്കുന്നത്. അപ്പോൾ പ്രകോപനം ഉണ്ടാക്കിയത് മാറി നിന്ന് അവിടെ തെറി വിളിച്ചുകൊണ്ടിരുന്ന SFI അല്ലേ? അപ്പോൾ അവിടെ എന്താണ് ഞങ്ങളുടെ കുറ്റം? നിങ്ങൾ മാധ്യമ പ്രവർത്തകർ മൊത്തം അവിടെ ഇല്ലേ? മാധ്യമങ്ങളുടെ റെക്കോർഡ് മൊത്തമില്ലേ? ഞാനും വിൻസെൻ്റ് MLAയും കൂടെ ചേർന്ന് അവിടെ ഒരു സംഘർഷം ഉണ്ടാകാതിരിക്കാൻ, പ്രകോപിതരായവരെ എല്ലാം ശാന്തരാക്കുവാൻ പോലീസുമായി ചേർന്ന് പ്രവർത്തിക്കുന്നു. പോലീസുകാരോട് മൊഴി എടുക്കണമെന്ന് ആവശ്യപ്പെടുന്നത് MLA ഞാനാണ്. ഞാൻ അവിടെ ചെന്നതിന് ശേഷമാണ് അവിടുന്ന് മൊഴിയെടുക്കുവാൻ പോകുന്നത്. അപ്പോൾ ഞാൻ ചെന്ന നിയമനിർമ്മാണം നടത്തണം, അതേപോലെ സംരക്ഷിക്കണം, പൊതുജനങ്ങളെ സംരക്ഷിക്കണം എന്ന് പറഞ്ഞത് എൻ്റെ പേരിൽ കേസ്. അതാണ് ഈ ഒരു ചിറ്റമ്മ നയം എന്ന് പറയുന്നത്. അപ്പോൾ SFIക്കാർക്ക് എന്താ കൂടുതൽ ഇതേപോലത്തെ പരിപാടികൾ കാണിക്കുവാൻ, അക്രമം നടത്തുവാൻ അവർക്ക് കൂടുതൽ ആവേശമായി. അതാണ് ഈ വ്യത്യാസം വരുത്തേണ്ടത്. ഇവിടെ CPM തിരുത്തേണ്ടത് ഈ ഒരു നയമാണ്. പാർട്ടി ഈ തരത്തിലുള്ള പ്രവർത്തനത്തെ അംഗീകരിക്കുന്നില്ല എന്ന് പറഞ്ഞാൽ വലിയൊരു വ്യത്യാസം ക്യാമ്പസുകളിൽ ഉണ്ടാവും. ഇവിടെ നമുക്ക് വേണ്ടത് മികച്ച ഒരു തലമുറയാണ്. ഇന്ന് വലിയൊരു പ്രശ്നമായി നമ്മുടെ സമൂഹത്തിൽ വന്നിരിക്കുന്ന ഡ്രഗ് അബ്യൂസാണ്. നിങ്ങൾ ഓർത്ത് നോക്കൂ, SFI എന്നൊരു സംഘടന എല്ലാവരുമായിട്ട് ചേർന്ന് ഇതിനെതിരെ പ്രവർത്തിച്ചാൽ ഇത് തീരത്തില്ലേ? അതുപോലെ തന്നെ അക്രമ രാഷ്ട്രീയം. എന്തിനാ അക്രമ രാഷ്ട്രീയം? നിങ്ങൾ JNU പോയി നോക്കൂ, മോഡൽ പൊളിറ്റിക്സ് ഉള്ള സ്ഥലമല്ലേ? അവിടെ SFI ഇല്ലേ? അവിടെ ഇടതുപക്ഷ സംഘടനകളില്ലേ? എവിടെയാണ് അക്രമമുള്ളത്? ആ തരത്തിൽ എന്തുകൊണ്ട് നമ്മുടെ ക്യാമ്പസുകളിലേക്ക് ചിന്തിക്കുന്നില്ല? നമുക്ക് ആദർശത്തിൻ്റെ പേരിൽ തമ്മിൽ മത്സരിക്കാം, ആദർശത്തിൻ്റെ പേരിൽ പരസ്പരം, അല്ലെങ്കിൽ ആദർശങ്ങളുടെ വ്യത്യാസങ്ങളുടെ പേരിൽ ക്യാമ്പസിൽ മത്സരിക്കാം. അല്ലാതെ ഇടിമുറി ഉണ്ടാക്കി, ഇടിമുറി കാണിച്ച് കുട്ടികളെ പേടിപ്പിച്ചും അവരുടെ ജീവിതം ഇല്ലാതാക്കിയൊക്കെ മുന്നോട്ട് പോയാൽ നമ്മുടെ സിദ്ധാർത്ഥൻ്റെ കൂട്ട് കൂടുതൽ ആൾക്കാർ വരത്തേ ഉള്ളൂ. ഇപ്പം സിദ്ധാർത്ഥ ആരായിരുന്നു? ശ്രീ ചാണ്ടി ഉമ്മൻ നിയമസഭയ്ക്കകത്തും പുറത്തുമെല്ലാം കാര്യവട്ടം ക്യാമ്പസിലെ ഇടിമുറിയെക്കുറിച്ച് ആവർത്തിച്ച് പറഞ്ഞുകൊണ്ടിരിക്കുന്നത് കൊണ്ടാണ്
ഇക്കാര്യം എടുത്തു ചോദിക്കേണ്ടി വരുന്നത്. അതായത് ഈ 121 നമ്പർ ഇടിമുറി അങ്ങനെയൊന്നില്ല എന്ന് CPIM SFI ഒക്കെ വളരെ ശക്തമായി തന്നെ പറഞ്ഞുകൊണ്ടിരിക്കുകയാണ്. അങ്ങനെയൊരു ഇടിമുറി 121 121 അങ്ങനെയൊരു ഇടിമുറി റിസർച്ച് ഹോസ്റ്റലിൽ ഉണ്ടെന്ന് നിങ്ങൾക്ക് ഉറപ്പാണോ? സമരത്തിനൊപ്പം ഉണ്ടായിരുന്നയാളാണല്ലോ ശ്രീ ചാണ്ടി ഉമ്മൻ MLA, അതുകൊണ്ട് ചോദിച്ചതാണ്. ഇന്നലെ അവിടെ ഷാൻജോ എന്ന് പറഞ്ഞ ആ പയ്യനെ അങ്ങോട്ട് കൊണ്ടുപോയി അവിടെ കസേരയിരുത്തി വിചാരണ നടത്തി കൊല്ലുന്നൊരു സിറ്റുവേഷൻ. അവൻ പറഞ്ഞു സിദ്ധാർത്ഥൻ എന്തനുഭവിച്ചു എന്ന് ഞാൻ കണ്ടു. ഇപ്പം നേരത്തെ പറഞ്ഞു ധീരജാണ് ഏറ്റവും അവസാനത്തെ SFI രക്തസാക്ഷി. പക്ഷെ SFI രക്തസാക്ഷികളെ ഉണ്ടാക്കിക്കൊണ്ടിരിക്കുക വേറെ. ആ രക്തസാക്ഷികളിൽ ഒന്നാണ് സിദ്ധാർത്ഥൻ. ആ സിദ്ധാർത്ഥന് നീതി കിട്ടാൻ ഞാൻ ഉപദേശിച്ചയാളാണ് ഒരു ദിവസം മുഴുവൻ. സിദ്ധാർത്ഥനോടൊപ്പം ഇവിടുത്തെ രാഷ്ട്രീയ ഭേദമന്യേ എല്ലാ ചെറുപ്പക്കാരും ഉണ്ടായിരുന്നു. ആ കുടുംബത്തിനോടൊപ്പം എല്ലാ പാർട്ടിക്കാരും പോയി. നമ്മുടെ മുഖ്യമന്ത്രിയും അദ്ദേഹത്തിനോട് അനുഭാവം പ്രകടിപ്പിച്ചു. CBIക്ക് കേസ് വിട്ടു ഇല്ലേ? അപ്പോൾ ഏറ്റവും അവസാനത്തെ SFIയുടെ ഇര ആരാ? സിദ്ധാർത്ഥനാണ്. ആ സിദ്ധാർത്ഥൻ്റെ കുടുംബത്തിനോട് എന്താ ചെയ്തത്? സിദ്ധാർത്ഥനോട് എന്താ ചെയ്തത്? 3 ദിവസം പട്ടിണി കിട്ടു, 3 ദിവസം വെള്ളം കൊടുക്കാതെ, ഒരു തുള്ളി ഭക്ഷണമില്ലാതെ ആ കുട്ടി മരിച്ചപ്പോൾ അതിനെപ്പറ്റി എന്താ പറഞ്ഞത്? ആ കുട്ടിയെ ഒരു മോശക്കാരനായി ചിത്രീകരിക്കാൻ അവിടുത്തെ അധികൃതർ ഉൾപ്പെടെ ശ്രമിച്ചു ഇല്ലേ? അങ്ങനെ സിദ്ധാർത്ഥനെ മോശക്കാരനാക്കി അവൻ്റെ മറ്റൊരു വശമുണ്ടെന്നും വേറെ കാര്യങ്ങൾ കൊണ്ടാണെന്നും ഒക്കെ പറഞ്ഞു വരുത്തി കഴിഞ്ഞ കുറേ നാളുകളായി, ഇന്നലെ തുടങ്ങിയതല്ല, കഴിഞ്ഞ പതിറ്റാണ്ടുകളായി ഈ സംസ്ഥാനത്ത് നടക്കുന്ന രാഷ്ട്രീയം, വിദ്യാർത്ഥി രാഷ്ട്രീയം, മലീമസമായ വിദ്യാർത്ഥി രാഷ്ട്രീയം ആവർത്തിച്ചു. പക്ഷേ ഒരു പ്രതീക്ഷ എനിക്കുള്ളൂ, ഇന്നല്ലെങ്കിൽ നാളെ വിദ്യാർത്ഥികൾ ഈ രാഷ്ട്രീയത്തെ തച്ചുടയ്ക്കും, ഇത് വലിച്ചെറിയും എന്നുള്ള കാര്യത്തിൽ യാതൊരു സംശയവുമില്ല. അത് രാഷ്ട്രീയത്തിനും നല്ലതാണ്. അതൊക്കെ ഐഡിയൽ സിറ്റുവേഷനെ കുറിച്ചാണ് താങ്കൾ സംസാരിക്കുന്നത്. ഞാൻ ചോദിക്കുന്നത്, ആ ഇടിമുറി ഉണ്ട് എന്ന് പറയുമ്പോൾ അത് എവിടെയാണ്, എന്താണ് എന്ന് കൃത്യമായി പറയേണ്ട ഒരു ബാധ്യതയുണ്ടല്ലോ. ഇതിപ്പോൾ KSUവിനെ വളർത്താൻ വേണ്ടി KSU മനഃപൂർവ്വം പ്രശ്നമുണ്ടാക്കിയതാണ് എന്ന് SFI മറുഭാഗത്ത് ശക്തമായി വാദിക്കുന്നുണ്ട്. തൊട്ടുമുൻപ് കഴിഞ്ഞ നവംബറിൽ നടന്ന തെരഞ്ഞെടുപ്പിൽ കേരള സർവകലാശാലയിലെ പല കോളേജുകളിലും മാറിവാനിയോസിലടക്കം മുന്നേറ്റമുണ്ടാക്കാൻ KSUവിന് കഴിഞ്ഞു എന്നുള്ള യാഥാർത്ഥ്യം നമ്മുടെ മുന്നിലുണ്ട്. സമാനമായ രീതിയിൽ കാര്യവട്ടം ക്യാമ്പസിലേക്ക് KSU പിടിമുറുക്കുന്നത് അത് SFI എന്ത് വില കൊടുത്തും ചെറുക്കില്ലേ? ആ രീതിയിലുള്ള ഒരു ഏറ്റുമുട്ടലാണോ അവിടെ നടന്നത്? യഥാർത്ഥത്തിൽ അവിടെ എന്താണ് നടന്നത്? സാന്റ് ജോസ് റിസർച്ച് യൂണിയൻ ഹോസ്റ്റലിലേക്ക് ബന്ധുവിനൊപ്പം നടന്നു ചെല്ലേണ്ട സാഹചര്യം എന്തായിരുന്നു ശ്രീ ചാണ്ടി ഉമ്മൻ? സാൻജോയെ കൊണ്ട് കാറെ കൊണ്ട് അദ്ദേഹം വിട്ട് തിരിച്ചു വന്നപ്പോൾ ആ കാറ് തടഞ്ഞ് കാറിൻ്റെ കീ മേടിക്കുകയാണ്. അപ്പോൾ സാൻജോ ചെയ്ത തെറ്റെന്താണ്? അവിടെ ഒരു ഫ്ലെക്സ് വെച്ചു, അവിടുത്തെ ഫസ്റ്റ് ഇയർ ഫ്രഷേഴ്സിനെ വെൽക്കം ചെയ്തു. അത് എല്ലായിടത്തും നടക്കുന്നൊരു കാര്യമല്ലേ? ഒരു ഫ്ലെക്സ് വെച്ചതിൻ്റെ പേരിലാണ് ഒരു വിദ്യാർത്ഥി ഇടിമുറി കയറ്റി വിചാരണ ചെയ്യുന്ന രീതിയിൽ കസേരയിൽ ഇരുത്തി ചെയ്തത്. അതേപോലെ അവൻ ശ്വാസം മുട്ടി കൊല്ലിക്കുവാൻ ശ്രമിച്ചത്. അതിനുശേഷം പോലീസ് എന്ത് ചെയ്തു? പോലീസ് അവനെ ആശുപത്രി കൊണ്ടുപോകാൻ നേരെ സ്റ്റേഷനിലേക്ക് കൊണ്ടുപോകുന്നൊരു സാഹചര്യം. പോലീസിൻ്റെ പ്രവർത്തനങ്ങൾ, ഒരു മൊഴി എടുത്തിട്ടില്ല, ഒരു കേസ് എടുക്കാൻ ജനപ്രതിനിധി ചെല്ലേണ്ടി വന്നു, MLA ഞാൻ ചെല്ലേണ്ടി വന്നു ഒരു മൊഴി എടുക്കാൻ. കേസ് എടുക്കുന്ന പോട്ടെ, അവസാനം ഞങ്ങൾക്കെതിരെയും കേസ്. അപ്പോൾ എന്താണ് ഇവാനിസിലെ സാഹചര്യം? ഞാൻ പറയേണ്ട കാര്യമില്ല. 21 വർഷങ്ങൾക്ക് മുമ്പ് 24 വർഷം മുൻപ് വരെ SFI ആയിരുന്നു. 24 വർഷത്തിന്റെ ഇടവേളയാണ് അവസാനിച്ചത്. അല്ല, ഞാൻ പറഞ്ഞത് 21 വർഷം മുമ്പ്, അതായത് 2003 ഞാൻ അവിടെ പഠിച്ച വിദ്യാർത്ഥിയാണ്. ഞാൻ അവിടെ പഠിക്കുന്ന സാഹചര്യമാണ് ഞാൻ പറയുന്നത്. ഞാൻ അവിടെ ഞങ്ങൾ കുറച്ച് വിദ്യാർത്ഥികൾ മാത്രമേ KSUവിനോടൊപ്പം ഉണ്ടാവുള്ളൂ. എന്നെ ഒഴിച്ച് ബാക്കി എല്ലാവരെയും തല്ലും. ദിവസവും ഓരോരുത്തരെ തെരഞ്ഞു പിടിച്ച് തല്ലും. എന്നെ തല്ലത്തില്ല, കാരണം ഞാൻ ഉമ്മൻചാണ്ടി മകനെ കൊണ്ടായിരിക്കാം. എന്നെ ഒഴിച്ച് ബാക്കി എല്ലാവരെയും തല്ലും. ഞങ്ങളെ മാനസികമായി തളർത്തുവാൻ നടത്തിയ ശ്രമമാണ്. അതിനുശേഷവും വർഷങ്ങൾ ഈ അക്രമ രാഷ്ട്രീയം ഞങ്ങൾ നേരിട്ടു. അതിനെ ഞങ്ങൾ തോൽപ്പിച്ചു. കഴിഞ്ഞ വർഷം യൂണിയൻ ഞങ്ങൾ പിടിച്ചു. അപ്പോൾ യൂണിയൻ പിടിച്ച് ഞാൻ ആ പരിപാടിയിൽ പോയി യൂണിയൻ ഇനോഗ്രേഷനിൽ പങ്കെടുത്ത് തിരിച്ചു വന്നപ്പോൾ SFIയുടെ യൂണിറ്റ് സെക്രട്ടറി എൻ്റെ അടുത്ത് വന്നിട്ട് പറഞ്ഞു, ഞാൻ താങ്കളോട് വിയോജിക്കുന്നു, ഞാൻ പറഞ്ഞ കാര്യങ്ങൾ പലതും വിയോജിക്കുന്നു, ചാണ്ടി ഉമ്മൻ പറഞ്ഞ പല കാര്യങ്ങളും വിയോജിക്കുന്നു. ഞാൻ പറഞ്ഞു വളരെയധികം സന്തോഷം, നിങ്ങളിങ്ങനെ പറയാൻ നിങ്ങൾക്ക് ഇന്ന് അവസരം ഉണ്ടായത് KSU ഇവിടെ ഭരിക്കുന്നുകൊണ്ടാണ്. SFI ആണ് ഇവിടെ ഭരിക്കുന്നതെങ്കിൽ SFIയുടെ ഒരു അതിഥി വരുമ്പോൾ SFIയുടെ അതിഥിയോട് അങ്ങനെ സംസാരിക്കുവാൻ അവസരം ലഭിക്കത്തില്ല. പക്ഷേ KSU യൂണിയൻ ഭരിക്കുമ്പോൾ, KSUവിൻ്റെ അതിഥി വരുമ്പോൾ ഒരു പ്രശ്നവുമില്ല, അവർക്ക് അവരുടെ അഭിപ്രായം പറയാം. ഞാൻ സന്തോഷത്തോടെ സ്വാഗതം ചെയ്തു അഭിപ്രായത്തെ. കാരണം എല്ലാ കാര്യങ്ങളും നമ്മളെല്ലാം യോജിക്കണമെന്നില്ല. ഇതാണ് KSUവും SFIയും തമ്മിലുള്ള വ്യത്യാസം. എവിടെയൊക്കെ SFI ഭരിക്കുന്നു, ഈ തരത്തിലുള്ള ഒരു എന്താ പറയുക, എല്ലാ അഭിപ്രായങ്ങളെയും
ഞങ്ങൾ പറയുന്ന മാത്രമാണ് യഥാർത്ഥ അഭിപ്രായം, വേറൊന്നും അംഗീകരിക്കാൻ സാധിക്കത്തില്ല എന്നൊരു നിലപാടാണ്. അതുകൊണ്ടെന്താ ഇന്ന് SFIക്ക് നഷ്ടമായ യൂണിയനാണ് മാരി വെൻസിൽ യൂണിയൻ. ഇതുപോലെ കേരളത്തിലെ എല്ലാ യൂണിയനുകളും നഷ്ടപ്പെടാൻ പോവുകയാണ് SFIക്ക്. SFI തിരുത്തുക, തെറ്റ് തിരുത്തുക. നമുക്ക് JNU മോഡൽ രാഷ്ട്രീയത്തിലേക്ക് പോവാം. അവിടെയാണ് കാരണം SFI മാറിയാലുള്ള അപകടം സംസ്ഥാനത്ത് നമ്മൾ കാണും. CPM മാറിയാലുള്ള അപകടം എന്താണ് സംസ്ഥാനത്തിന് അറിയാം. അതുകൊണ്ട് സ്വയം തെറ്റ് തിരുത്തുക എന്നുള്ളത് CPMനും SFIക്കും ഏറ്റവും അനിവാര്യമായിട്ടുള്ള കാര്യമാണ്. ശരി, ഇപ്പോൾ താങ്കൾ തന്നെ സൂചിപ്പിച്ചു ഈ പറയുന്ന വിവിധ കോളേജുകളിൽ നിശ്ചയമായും ഇപ്പോൾ 24 വർഷത്തെ ഇടവേളയ്ക്ക് ശേഷം അല്ലെ മാരി വെനീസ് കോളേജിൽ KSU അധികാരത്തിലുണ്ട്. 28 വർഷങ്ങൾക്ക് ശേഷമാണ് അല്ലെ നമ്മുടെ പരിയാരത്ത് പിന്നെ പരിയാര മെഡിക്കൽ കോളേജിൽ KSU വരുന്നു. വടക്കൻ മലബാറിൽ പ്രത്യേകിച്ച് ഗുരുവായൂരപ്പൻ കോളേജ്, വിക്ടോറിയ കോളേജ്, മലബാർ ക്രിസ്ത്യൻ കോളേജ്, ഇവിടെയൊക്കെ തന്നെയും MSFുമായി ചേർന്നിട്ടാണെങ്കിൽ തന്നെയും KSU മുന്നേറ്റം ഉണ്ടാക്കുന്നുണ്ടൊരു സംശയവുമില്ല. താങ്കൾ സൂചിപ്പിച്ച മറ്റൊരു കാര്യവും ശരിയാണ്. പല കോളേജുകളിലും SFIയുടെ ഏകാധിപത്യമുണ്ട്. അവിടെ KSUക്കാർക്ക് പതാക ഉയർത്താനോ അല്ലെങ്കിൽ ഒരു മുദ്രാവാക്യം വിളിക്കാനോ ഒരു യൂണിറ്റ് തുടങ്ങാനോ പോലും പറ്റാത്ത സാഹചര്യങ്ങളുണ്ട് എന്നും നമുക്കൊക്കെ അറിയാവുന്ന കാര്യമാണ്. അങ്ങനെ ഒരു സാഹചര്യത്തിൽ അപ്പോൾ ഈ SFIയോടൊരു എതിർവികാരം യഥാർത്ഥത്തിൽ ക്യാമ്പസുകളിൽ രൂപപ്പെട്ടു വരുന്നുണ്ട്. എൻ്റെ ചോദ്യം, KSU അതിൻ്റെ ഒരു സംഘാടന മികവ് കൊണ്ടും വിദ്യാർത്ഥി രാഷ്ട്രീയത്തിലെ സക്രിയമായ ഇടപെടലുകൾ കൊണ്ടും ഉണ്ടാക്കുന്നൊരു നേട്ടമാണോ, അതോ SFIയോടുള്ള വിദ്യാർത്ഥി സമൂഹത്തിൻ്റെ ഒരു പ്രതിഷേധത്തിൻ്റെ ഭാഗമായി ലഭിക്കുന്ന വിജയമാണോ ഇപ്പോൾ സംഭവിച്ചുകൊണ്ടിരിക്കുന്നത്? അതല്ല, അത് തീർച്ചയായിട്ടും ഒരു കോളേജ് യൂണിയനിലെ ഇലക്ഷൻ പല ഫാക്ടേഴ്സാണ്. നമുക്കിപ്പം വിദ്യാർത്ഥിയുടെ മനസ്സ് അങ്ങനെ ഈ ഒരു പ്രത്യേക കാരണം കൊണ്ടാണ് വരുന്നതെന്ന് പറയാൻ സാധിക്കുമോ? ഇല്ല. പക്ഷെ പല കാരണങ്ങളുണ്ട്. നിങ്ങൾക്കറിയാം, ഇവിടെ ഈ പ്രസ്ഥാനത്തെ വളർത്തിയ നേതാക്കന്മാർ, ആ നേതാക്കന്മാരുടെ ആദർശം കേരളം കൂടുതൽ തിരിച്ചറിയുന്നു എന്നുള്ള യാഥാർത്ഥ്യമുണ്ട്. കഴിഞ്ഞൊരു വർഷക്കാലം ശ്രീ AK ശ്രീ ഉമ്മൻചാണ്ടി, വയലാർ, ഇവിടെയൊക്കെ ആദർശം കേരളം കൂടുതൽ തിരിച്ചറിയുന്നതാണ്. അപ്പോൾ കുട്ടികൾക്ക് അതിനോടൊരു താല്പര്യം തോന്നിയേക്കാം. അതുപോലെ തന്നെ KSU പ്രസിഡന്റ് നേതൃത്വത്തിൽ ശക്തമായ ഒരു പ്രവർത്തനം നടത്തിയിട്ടുണ്ട്. അതുപോലെ തന്നെ SFI എന്ന സംഘടന നടത്തുന്ന ജനാധിപത്യ വിരുദ്ധമായ സമീപനത്തെ ജനങ്ങൾ അംഗീകരിക്കത്തില്ല. നിങ്ങൾക്കറിയാം ഏത് തരത്തിലാണ് SFI ഉയർന്നു വന്നത്. പക്ഷേ SFI ഉയർന്നു വന്ന കാലഘട്ടത്തിൽ നിന്ന് അല്ലെങ്കിൽ അവർ ഉന്നയിച്ച മുദ്രാവാക്യങ്ങളിൽ നിന്ന് SFI വളരെ പിൻപോട്ട് പോയിരിക്കുന്നു. എവിടെയാണ് ജനാധിപത്യം, എവിടെയാണ് സ്വാതന്ത്ര്യം, എവിടെയാണ് സോഷ്യലിസം? ഈ പറയുന്ന SFIക്ക് എന്തെങ്കിലും ഈ മൂന്ന് എന്താ പറയുക മുദ്രാവാക്യമായിട്ട് എന്തെങ്കിലും ഇന്ന് ബന്ധമുണ്ടോ? അപ്പോൾ വിദ്യാർത്ഥികൾ ഇതൊക്കെ കാണുന്നുണ്ട്. മാത്രമല്ല, ഇന്ന് സർക്കാരിൻ്റെ ഒരു നയമുണ്ടല്ലോ, സർക്കാരിൻ്റെ ചിറ്റമ്മ നയം, വിദ്യാർത്ഥികളോടുള്ള ഒരു ചിറ്റമ്മ നയം, അത് വിദ്യാർത്ഥികൾ തിരിച്ചറിയുന്നു. അതിൽ യാതൊരു സംശയവും വേണ്ട. ഇപ്പം പോലീസ് എടുക്കുന്നൊരു നയം, SFIയോടൊരു നിലപാട്, ബാക്കിയുള്ള വിദ്യാർത്ഥി സംഘടനകളോട് വേറൊരു നിലപാട്, ഇതൊക്കെ വിലയിരുത്തിയിട്ടാണ് വിദ്യാർത്ഥികൾ തങ്ങളുടെ ക്യാമ്പസിൽ സമാധാനം നിലനിൽക്കുവാൻ, ജനാധിപത്യം പുലരുവാൻ, യഥാർത്ഥ സ്വാതന്ത്ര്യം നിലനിൽക്കുവാൻ, യഥാർത്ഥ സോഷ്യലിസ്റ്റ് ആശയങ്ങൾ. ഇന്നും KSU എന്ന സംഘടനയ്ക്ക് കോൺഗ്രസിനെ വിമർശിക്കുവാനുള്ള അവകാശമുണ്ട്. കാരണം പോഷക സംഘടന എന്ന് പറയാൻ പറ്റത്തില്ല. KSU അതൊരു ഇൻഡിപെൻഡൻറ്റ് ഓർഗനൈസേഷൻ ആയിട്ട് തന്നെ നിൽക്കുകയാണ്. KSU നിന്ന് ഒത്തിരി കോൺഗ്രസ്സുകാർ വന്നിട്ടുണ്ടെങ്കിലും KSUവിന് തന്നെ അഭിപ്രായം പ്രകടിപ്പിക്കാൻ അവകാശമുണ്ട്. അതുകൊണ്ട് ഒരു സോഷ്യലിസ്റ്റ് മനോഭാവം ഇന്നും നിലനിർത്തുന്ന പ്രസ്ഥാനമാണ് KSU എന്നുള്ള കാര്യത്തിൽ യാതൊരു സംശയവുമില്ല. വളർന്നു വന്ന നേതാവാണ്, പുതുപ്പള്ളിയിൽ താങ്കൾ MLA ആണ്, KSU പ്രവർത്തനത്തിലൂടെയാണ് താങ്കളുടെ രാഷ്ട്രീയ ജീവിതം രൂപപ്പെടുന്നത് തന്നെ. എൻ്റെ ചോദ്യം എന്താണെന്ന് വെച്ചാൽ, ഇപ്പോൾ താങ്കൾ നേരത്തെ പറഞ്ഞു വളരെ പ്രധാനപ്പെട്ട കേരളത്തിലെ നേതാക്കളെല്ലാം തന്നെ വിദ്യാർത്ഥി പ്രസ്ഥാനങ്ങളിലൂടെയാണ്. അത് KSUവിൻ്റെ മാത്രം സംഭാവനയല്ല, SFIയുടെ ഭാഗമായിട്ടാണ് പ്രകാശ് കാരാട്ടാണെങ്കിലും സീതാറാം യെച്ചൂരി ആണെങ്കിലും ഒക്കെ അവരുടെ നേതാക്കളും വന്നിട്ടുള്ളത് വിദ്യാർത്ഥി സംഘടനാ രാഷ്ട്രീയ പ്രവർത്തനങ്ങളിലൂടെ തന്നെയാണ്. അപ്പോൾ രണ്ടിടത്തും അത്തരത്തിലുള്ള വലിയ നേതാക്കളുണ്ടായിട്ടുണ്ട്. ഇപ്പോൾ താങ്കൾ തന്നെ സൂചിപ്പിച്ചതുപോലെ ഉമ്മൻചാണ്ടിയെ പോലൊരു നേതാവ് ഉണ്ടാകുന്നത്, അല്ലെങ്കിൽ വയലാറിനെ പോലെ AK പോലെ ഒരണാ സമരത്തിൽ നിന്നാണ് ശക്തമായിട്ട് KSU എന്ന് പറയുന്നൊരു പ്രസ്ഥാനം തന്നെ ഉണ്ടാകുന്ന അന്നത്തെ EMS സർക്കാരിനെ വെല്ലുവിളിച്ചുകൊണ്ട്. നോക്കൂ, ഇവിടുത്തെ പ്രശ്നം എന്താണെന്ന് വെച്ചാൽ, അത്തരത്തിൽ സക്രിയമായി ഇടപെടുന്ന ഒരു രാഷ്ട്രീയ പ്രസ്ഥാനമായിട്ട്, വിദ്യാർത്ഥി രാഷ്ട്രീയ പ്രസ്ഥാനമായിട്ട് KSU ഇപ്പോൾ നമ്മുടെ പൊതുസമൂഹത്തിലുണ്ടോ എന്നുള്ളതാണ് ചോദ്യം. അതാണ് ഞാൻ ചോദിച്ചത്. ഇപ്പോൾ SFI പല കാരണങ്ങളാൽ വിവാദത്തിലാകുന്നുണ്ട് എങ്കിൽ കൂടിയും SFI അവരുടെ രാഷ്ട്രീയ ആശയങ്ങൾ ഓരോ ക്യാമ്പസുകളിലും സജീവമാക്കി നിർത്തുന്നതിലും പൊതുരാഷ്ട്രീയത്തിൽ ഇടപെടുന്നതിലും കാണിക്കുന്ന ഒരു മുൻകൈയുണ്ട്. ആ മുൻകൈ KSU എന്ന സംഘടനയ്ക്കുണ്ട് എന്നൊരു അഭിപ്രായം താങ്കൾക്കുണ്ടോ? യാതൊരു സംശയവുമില്ല, അതുണ്ട്. അത്
മാധ്യമങ്ങൾ അല്ലെങ്കിൽ ചില സാഹചര്യങ്ങൾ കൊണ്ട് അത് അങ്ങനെ റിഫ്ലക്റ്റ് ചെയ്യുന്നില്ല എന്ന് മാത്രമേ ഉള്ളൂ. SFI സംബന്ധിച്ച് SFI കുറച്ചുകൂടെ ഓർഗനൈസ്ഡ് ആണ് കമ്പാരിറ്റീവ്ലി. മാത്രമല്ല ഇന്ന് പല ക്യാമ്പസുകളിലും തങ്ങളുടെ ആധിപത്യം നിലനിർത്തുന്നതുകൊണ്ട് അവർക്ക് അതിനെ ഇച്ചൂടെ കാണിക്കുവാൻ, അത് മുൻകൂട്ടി കാണിക്കുവാൻ അല്ലെങ്കിൽ പ്രകടമായി കാണിക്കുവാൻ അവർക്ക് ശക്തിയുണ്ട്. അതേസമയം KSU ഒത്തിരി കാര്യങ്ങൾ ചെയ്യുന്നുണ്ട്, വിദ്യാർത്ഥികളുടെ ഇടയിൽ പ്രവർത്തിക്കുന്നുണ്ട്. പക്ഷേ അതങ്ങനെ പ്രകടമാക്കുവാൻ അവർക്ക് സാധിച്ചിട്ടില്ല എന്നുള്ളത് മാത്രമേ ഉള്ളൂ. അത് വളരെ ശക്തമായി വിദ്യാർത്ഥികളുടെ ആവശ്യങ്ങൾക്ക് വേണ്ടി ആരാണ് നിൽക്കുന്നത്? ഇപ്പം സാൻജോ എന്ന് പറഞ്ഞ ആ പയ്യന് വേണ്ടി, അപ്പോൾ KSUക്കാരൻ തന്നെയാണ്, പക്ഷെ അവന് വേണ്ടി നിലനിൽക്കുവാൻ, ശക്തമായി നിൽക്കുവാൻ അന്ന് നിങ്ങൾ കാണണം KSUക്കാരുടെ വീര്യം എന്തായിരുന്നു എന്ന് നിങ്ങൾ കാണണം. എന്തുമാത്രം ശക്തമായിട്ടാണ് ആ വിഷയം ഉന്നയിച്ചത്. അതിനുശേഷം അടുത്ത ദിവസം ഇവിടെ സമരം നടത്തി, ആ നീതിക്ക് വേണ്ടിയുള്ള സമരമല്ലേ, അവിടെ ഞങ്ങൾ രണ്ടുപേർക്കെതിരെ കേസെടുത്തതിനുള്ള സമരം നടത്തി. എത്ര ശക്തമായിട്ടാണ് അവിടെ KSUക്കാർ വന്ന് അതിനെതിരെ പ്രതികരിച്ചത്. അപ്പോൾ നമുക്ക് വ്യക്തമായിട്ട് അറിയാം KSUവിന് വീണ്ടും ഒരു പഴയ ഒരു കാലഘട്ടത്തിലേക്ക് പോകാൻ സാധിക്കുന്നു. എനിക്ക് വിയോജിപ്പുണ്ട് ആ പറഞ്ഞതിൽ. എന്താണ്, പ്രകാശ് കാരാട്ടിനെ കുറിച്ചും സീതാറാം യെച്ചൂരിനെ കുറിച്ചും. അവർ കടന്നു വന്നത് JNUയുടെ അല്ലെങ്കിൽ ഡൽഹി മറ്റുള്ള സംസ്ഥാനങ്ങളിൽ നിന്നാണ്. കേരളത്തിൽ നിന്ന് വന്ന് എത്ര ഉയർന്നു വന്ന തലപ്പത്തെത്തിയ SFI നേതാക്കാരുണ്ട് എന്നെനിക്കറിയില്ല, വളരെ വിരളമായിരിക്കാം. പക്ഷേ യൂത്ത് കോൺഗ്രസിനെ സംബന്ധിച്ച് KSU ആയിരുന്നു ശക്തി പകർന്നത്. അതിൽ വലിയ ഒരു മുന്നേറ്റം ഉണ്ടാക്കുവാൻ അന്ന് കഴിഞ്ഞു. കുറേ സംഘടനാ ദൗർബല്യം ഉണ്ടായിട്ടുള്ളത് യാഥാർത്ഥ്യമാണ്. യാഥാർത്ഥ്യം തിരിച്ചറിയാതിരിക്കാൻ സാധിക്കത്തില്ല. അത് 90കൾക്ക് ശേഷമുണ്ടായ കുറച്ച് രാഷ്ട്രീയത്തിൻ്റെ ഇടപെടൽ കൊണ്ടായിരിക്കാം KSUവിന് ശക്തി കുറഞ്ഞത്. പക്ഷേ വീണ്ടും ഇന്ന് തിരിച്ച് ആ പഴയ പ്രതാപത്തിലേക്ക് KSU കടന്നു വരും എന്നുള്ള കാര്യത്തിൽ സംശയമില്ല. കാരണം അതാണ് കേരള യൂണിവേഴ്സിറ്റിയിൽ കണ്ടത്, അതാണ് കാലിക്കറ്റ് യൂണിവേഴ്സിറ്റി കണ്ടത്, MG യൂണിവേഴ്സിറ്റി ഉൾപ്പെടെ മാറ്റങ്ങൾ ദർശിക്കാൻ സാധിക്കുന്നുണ്ട്. അതുകൊണ്ട് ക്യാമ്പസിൽ ആര് അടിച്ചമർത്താൻ ശ്രമിച്ചാലും ശരി, KSU എന്നും ശക്തിയായിട്ട് നിലനിൽക്കും. താങ്കളുടെ ഒരു എന്താ പറയുക അറിവില്ലായ്മയാണെന്ന് ഞാൻ വിചാരിക്കുന്നില്ല. ഇപ്പം നമ്മുടെ മന്ത്രിസഭയിലിരിക്കുന്ന KN ബാലഗോപാൽ, MB രാജേഷ്, P രാജീവ്, ഇവരൊക്കെ തന്നെയും ഈ പറയുന്ന വിദ്യാർത്ഥി യുവജന പ്രസ്ഥാനങ്ങളിലൂടെ വളർന്നു വന്ന നേതാക്കളാണ്. ഞാൻ മന്ത്രിമാരെ മാത്രമാണ് പറഞ്ഞത്. അപ്പോൾ അത് അങ്ങേക്ക് അറിയാവുന്നൊരു കാര്യം തന്നെയാണ്. അപ്പോൾ വലിയ നേതാക്കളെ ആ രാഷ്ട്രീയ പ്രസ്ഥാനങ്ങൾ സമൂഹത്തിന് സംഭാവന ചെയ്തിട്ടുണ്ട്. രാഷ്ട്രീയത്തിൽ മാത്രമല്ല കേട്ടോ, ആ വിദ്യാർത്ഥി സംഘടനയുടെ ഭാഗമായി പ്രവർത്തിച്ച് പിന്നീട് മറ്റു മേഖലകളിൽ കഴിവുതെളിയിച്ചിട്ട് ആളുകളുടെ ഉദാഹരണത്തിന് താങ്കൾ പോലും ഇഷ്ടപ്പെടുന്ന N റാമിനെ പോലെ ഒരു മാധ്യമപ്രവർത്തകൻ, ആ മാധ്യമപ്രവർത്തകൻ SFIയുടെ ദേശീയ നേതാവായിരുന്നു N റാം. അപ്പോൾ അങ്ങനെ വിവിധ മേഖലകളിൽ അത്തരം സംഭാവനകൾ SFI നടത്തിയിട്ടുണ്ട്. KSU നിശ്ചയമായും വലിയ രാഷ്ട്രീയ നേതാക്കളെ നമ്മുടെ സമൂഹത്തിന് സംഭാവന ചെയ്തിട്ടുള്ളതാണ്. അക്കാര്യത്തിലൊന്നും തർക്കമില്ല. പ്രശ്നം എന്ന് പറയുന്നത് ഈ നമ്മളിപ്പോൾ രൂപപ്പെട്ടു വന്നിരിക്കുന്ന ഒരു സാഹചര്യം SFIക്ക് ഒട്ടും തന്നെ അനുകൂലമല്ല. അതിപ്പോൾ ഞാൻ പറയാമല്ലോ, സിദ്ധാർത്ഥൻ്റെ പ്രശ്നം താങ്കൾ കൃത്യമായി ചൂണ്ടിക്കാണിച്ചതുപോലെ അത് ഈ തെരഞ്ഞെടുപ്പിൽ വലിയ വില കൊടുക്കേണ്ടി വന്നു ഇടതുപക്ഷത്തിനെന്ന് CPM തന്നെ വിലയിരുത്തിയിട്ടുള്ള സംഭവമാണ് സിദ്ധാർത്ഥൻ സംഭവം എന്ന് പറയുന്നത്, ഒരു തർക്കവുമില്ല. പക്ഷേ ഈ പറയുന്ന ഇത്തരത്തിലുള്ള ഈ ഏകപക്ഷീയമായ ധാർഷ്ട്യത്തോടുകൂടിയുള്ള പെരുമാറ്റം, SFIയുടെ പെരുമാറ്റത്തിനെതിരെ ഒരു ജനകീയ വികാരമുണ്ടാകുന്നത് മാധ്യമങ്ങളുടെ ഇടപെടലിലൂടെയാണ് എന്ന് താങ്കൾ തുറന്ന് സമ്മതിക്കണം. മാധ്യമങ്ങൾ അത് വെളിച്ചത്ത് കൊണ്ടുവരുന്നു, മാധ്യമങ്ങൾ അതേ സംബന്ധിച്ച് ചർച്ച നടത്തുന്നു. അതുകൊണ്ട് യഥാർത്ഥത്തിൽ കോൺഗ്രസ്സുകാരെ അല്ല വെല്ലുവിളിക്കുന്നത് CPMൻ്റെ നേതൃത്വം, മാധ്യമങ്ങൾക്കെതിരായിട്ടാണ് ഇന്ന് പോലും ഗോവിന്ദ മാസ്റ്ററുടെ വാർത്താ സമ്മേളനത്തിൻ്റെ മുന എന്ന് പറയുന്നത്. ഇവിടെയാണ് ഞാൻ ചോദിക്കുന്നത്, KSU എന്ന് പറയുന്ന ഒരു പ്രസ്ഥാനം, താങ്കൾ അതിൻ്റെ ഭാഗമായിരുന്നുണ്ട്, അത്ര ഊർജ്ജസ്വലമായി ഈ സമൂഹത്തിൽ പ്രവർത്തിച്ചുകൊണ്ടിരിക്കുന്ന ഒരു പ്രസ്ഥാനമാണെന്നൊരു ഒരു എന്താ പറയുക ബോധ്യം, ഉറച്ച ബോധ്യം താങ്കൾക്കുണ്ടോ? യാതൊരു സംശയവുമില്ല, KSU അതിൻ്റെ പൂർണ്ണ ഉത്തരവാദിത്വം ഏറ്റെടുത്ത് ചെയ്തിട്ടുണ്ട്. നിങ്ങൾക്കറിയാം സിദ്ധാർത്ഥൻ്റെ മരണം, ആ സിദ്ധാർത്ഥൻ്റെ മരണത്തിൽ ആരാണ് ഏറ്റവും കൂടുതൽ പ്രതിഷേധം നടത്തിയത്? ആരാണ് അവിടെ അദ്ദേഹത്തിൻ്റെ വീട് ആദ്യം സന്ദർശിച്ചത്? ഞാൻ ഉൾപ്പെടെയുള്ള നേതാക്കന്മാർ അവിടെ പോയി, പ്രതിപക്ഷ നേതാവ് ഉൾപ്പെടെയുള്ള നേതാക്കന്മാർ പോയി, KSUവിൻ്റെ മുഴുവൻ നേതൃത്വം അവിടെ പോയി. അതിനുശേഷം തിരുവനന്തപുരത്ത് ജില്ലയുടെ സമരത്തിൽ, KSUവിൻ്റെ സമരത്തിൽ, ഞാൻ ഉപവാസ സമരത്തിൽ പങ്കെടുത്ത ആളാണ്. ആ പൂക്കോട് സർവകലാശാലയിലേക്ക് KSU നടത്തിയ എത്ര മാർച്ചുകൾ, എത്ര സമരങ്ങൾ, അത് പൂർണ്ണ ഉത്തരവാദിത്വത്തോടെ മാധ്യമങ്ങൾ കാണിച്ചു എന്നുള്ളത് യാഥാർത്ഥ്യം. അപ്പം രണ്ടും ആവശ്യമാണ്. രണ്ടുപേരും രാഷ്ട്രീയവും, അതുപോലെ KSUവിൻ്റെ രാഷ്ട്രീയവും അതുപോലെ മാധ്യമ രാഷ്ട്രീയവും ഒന്നിച്ചു പോയി എന്നുള്ളത് യാഥാർത്ഥ്യമാണ്. മാധ്യമങ്ങൾ സത്യം തുറന്ന് കാണിച്ചു, KSUവും അതിൻ്റെ ധാർമ്മികമായ ഉത്തരവാദിത്വം നിറവേറ്റി. ഏറ്റവും കൂടുതൽ പ്രതിഷേധവും ഏറ്റവും കൂടുതൽ സമരങ്ങളും നടത്തിയ പ്രസ്ഥാനം KSU അല്ലേ? അപ്പം അതിനെ എന്താണ് കൂടുതൽ ചെയ്യാൻ സാധിക്കുന്നത്?
ഇവിടെ ഞാൻ വീണ്ടും ചൂണ്ടിക്കാണിക്കാൻ സാധിക്കും. ഞാൻ നേതാക്കന്മാരെ സൃഷ്ടിച്ചില്ല SFI എന്ന് ഞാൻ പറയുന്നില്ല. ഞാൻ പറയുന്നത് ശ്രീ AK ആന്റണി ഇരുന്ന പോലെ കേരളത്തിൻ്റെ മുഖ്യമന്ത്രി, ഇന്ത്യയുടെ ഡിഫൻസ് മിനിസ്റ്റർ, അദ്ദേഹത്തെ ചെറുപ്പം മുതൽ വളർന്നു വന്ന നേതാവാണ്, മുഖ്യമന്ത്രിയായി. എൻ്റെ പിതാവ് ചെറുപ്പം മുതൽ വന്നു മുഖ്യമന്ത്രിയായി, 53 വർഷം MLA ആയി. വയലാർ രവി എന്ന ആള് വ്യക്തി ഈ രാജ്യത്തിൻ്റെ തന്നെ കാണാതെ പോകുന്നത് അത്ഭുതകരമാണ്. ചാണ്ടി ഉമ്മൻ അങ്ങ് ഒരു വിദ്യാർത്ഥി രാഷ്ട്രീയത്തിലൂടെ വന്ന ആളല്ലേ, ഇപ്പൊ SF-ലൂടെ വളർന്നു വന്ന ആളല്ലേ പിണറായി വിജയൻ. എപ്പോഴും എന്താണ് പിന്നെ കെ സുധാകരനും പിണറായി വിജയൻ തമ്മിലുള്ള തർക്കം എന്താണെന്നറിയോ? ഇപ്പോഴും ബ്രണ്ണൻ കോളേജിലെ തർക്കമാ. ഇപ്പോഴും ബ്രണ്ണൻ കോളേജിലുള്ള ആ പഴയ പിന്നെ SF-ന്റെയും KSUവിന്റെയും തമ്മിലുള്ള തർക്കമാണ് ഇപ്പോഴും. നമ്മളത് തമാശയായിട്ടെങ്കിലും പറയാറുണ്ട്, പഴയ ബ്രണ്ണൻ കോളേജിലെ സ്കോറാണ് ഇവർ സെറ്റിൽ ചെയ്തുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ അങ്ങനെ വിദ്യാർത്ഥി രാഷ്ട്രീയത്തിലൂടെയാണ് ഇവരൊക്കെ വന്നിട്ടുള്ളത്. ഞാൻ അങ്ങനെ ചൂണ്ടിക്കാണിച്ചപ്പോൾ ഇത്രയധികം നേതാക്കന്മാർ, ഉന്നത ശ്രേണിയിലെത്തിയ എല്ലാ നേതാക്കന്മാരും, രമേശ് ചെന്നിത്തല, VD സതീശൻ, എല്ലാവരും വന്നിരിക്കുന്നത്, കോൺഗ്രസിൻ്റെ ഒരു ലെയർ മുഴുവൻ വന്നിരിക്കുന്നത് KSUവിലൂടെയാണ് ഞാൻ ചൂണ്ടിക്കാണിച്ചത്. SFI സംഭാവന ചെയ്തിട്ടില്ല എന്ന് ഞാൻ പറയുന്നില്ല. അതേസമയം ദേശീയ തലത്തിലുള്ള SFIക്ക് കൂടുതൽ സംഭാവന ചെയ്യാൻ സാധിക്കുകയും ചെയ്തു. കേരളത്തിലെ SFI അങ്ങനെ നോക്കുമ്പോൾ അത്രയും ഉയർന്ന തലത്തിൽ കൊണ്ടുവരാൻ സാധിച്ചില്ല എന്ന് ചൂണ്ടിക്കാണിച്ചു. അത് ഒരു തെറ്റാണെന്ന് ഞാൻ പറഞ്ഞതല്ല, ചില യാഥാർത്ഥ്യങ്ങൾ ഞാൻ പറഞ്ഞതേ ഉള്ളൂ, എൻ്റെ ഒരു മനസ്സിലുള്ള. അപ്പോൾ ഞാൻ പറഞ്ഞു വന്നത്, യാതൊരു സംശയവും വേണ്ട, ഈ തരത്തിൽ ഈ അക്രമ രാഷ്ട്രീയത്തിനെതിരെ നിൽക്കുന്ന പ്രസ്ഥാനം അത് KSU തന്നെയാണ്. അത് ഏത് സംഭവം എടുത്താലും ശരി. എത്ര നാളായി KSUക്കാർ വേട്ടയാടപ്പെടുന്നു? നമുക്കറിയാം, 2001 സമയത്തെ ചാപ്പുകുത്തലോട് തൊട്ട് ഇങ്ങോട്ട് ഈ ഒരു കാലഘട്ടം, എൻ്റെ ഓർമ്മ വെച്ച കാലം മുതൽ എത്ര സംഭവങ്ങൾ എനിക്ക് പറയാൻ സാധിക്കും. അതുകൊണ്ട് അക്രമ രാഷ്ട്രീയത്തിനെതിരെ കുറച്ച് പേരേ ഉള്ളൂ. ഞാൻ പറഞ്ഞു, ഞങ്ങൾ യുവാനിസിൽ കുറച്ച് പേരേ ഉണ്ടായിരുന്നുള്ളൂ. അന്ന് ഞങ്ങൾ പിടിച്ചു നിന്നു, അതിനെതിരെ പോരാടി. അതുകൊണ്ടാണ് ഇന്നും KSU യുവാനിസിൽ തിരിച്ചു വന്നത്. അതുകൊണ്ട് ഞങ്ങൾ കുറച്ച് പേരുണ്ടെങ്കിലും എല്ലായിടത്തും പോരാട്ടം നടത്തുന്നുണ്ട്. ചിലപ്പോൾ പ്രസൻറ്റേഷനിൽ ഞങ്ങൾ മോശമായിരിക്കാം, ചില എന്താ പറയുക, പ്രൊപ്പഗൻഡയിൽ ഞങ്ങൾ അത്രയും മുന്നിൽ നിൽക്കുന്നവരല്ലായിരിക്കാം. പക്ഷേ കാര്യങ്ങൾക്ക് വേണ്ടി, വിദ്യാർത്ഥികൾക്ക് വേണ്ടി ശക്തമായ നിലപാട് എടുത്തുകൊണ്ട് പൊതുസമൂഹത്തിൽ നിൽക്കുന്ന പ്രസ്ഥാനമാണ് KSU. അതിനോട് ചേർന്ന് തന്നെ മാധ്യമങ്ങൾ നന്ദി പറഞ്ഞാൽ മതി വരത്തില്ല. തീർച്ചയായും. ശ്രീ ചാണ്ടി ഉമ്മൻ, നമുക്ക് ഈ സംഭാഷണം അവസാനിപ്പിക്കുന്നതിന് മുൻപ് അങ്ങയുടെ പിതാവ്, ഞങ്ങളുടെയൊക്കെ പ്രിയപ്പെട്ട ഉമ്മൻചാണ്ടിയെ കൂടി ഒന്ന് ഓർക്കണമല്ലോ. അദ്ദേഹത്തിൻ്റെ 1ാം ചരമവാർഷിക ആചരണം വരികയാണ്. അപ്പയുടെ ആഗ്രഹങ്ങൾ നിറവേറ്റും എന്നതാണ് താങ്കൾ എപ്പോഴും പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. എന്തൊക്കെയാണ് പരിപാടികൾ അദ്ദേഹത്തിൻ്റെ ഓർമ്മയിൽ? ജൂലൈ 14 മുതൽ പരിപാടികൾ ആസൂത്രണം ചെയ്തിട്ടുണ്ട്. അദ്ദേഹത്തിൻ്റെ ഓർമ്മയിൽ ഒരു കൂട്ടം ആൾക്കാർ മാസം കുറേ 1 ലക്ഷത്തോളം രൂപ വരുന്ന മരുന്നുകൾ തരുവാൻ എഗ്രീതിട്ടുണ്ട്. അതിൻ്റെ ഒരു ഉദ്ഘാടനം നടത്തും. പിന്നെ 16-ാം തീയതി, ജൂലൈ 16-ാം തീയതി അദ്ദേഹത്തിൻ്റെ ഓർമ്മയിൽ ഒരു ചിത്ര പ്രദർശനം തിരുവനന്തപുരത്ത് VJT ഹാളിൽ കർണാടക സ്പീക്കർ ഉദ്ഘാടനം ചെയ്യും. 17-നാണത്. 16-ന് തമിഴ്നാട്ടിലൊരു വീട്, കന്യാകുമാരിയിലൊരു വീട് അദ്ദേഹത്തിൻ്റെ ഓർമ്മയിൽ കൊടുക്കുന്നു. അതുപോലെ 18-ന് അദ്ദേഹത്തിൻ്റെ ഓർമ്മ കുർബാന നടക്കും. ആദരണീയനായ കേരളത്തിൻ്റെ ഗവർണർ വന്ന ഒരു പരിപാടി ഉദ്ഘാടനം ചെയ്യും. പ്രിയപ്പെട്ട പ്രതിപക്ഷ നേതാവും ആദരണീയരായ മറ്റുള്ള വ്യക്തികൾ അതിനകത്ത് പങ്കെടുക്കും. 18-ന് തന്നെ ശ്രീ KC വേണുഗോപാൽ അദ്ദേഹം ഉമ്മൻചാണ്ടി ഫൗണ്ടേഷൻ്റെ ഓഫീസിൻ്റെ ഉദ്ഘാടനം നിർവഹിക്കും. അദ്ദേഹം തന്നെ അന്ന് 4 മണിക്ക് മാമൻ മാപ്പിള ഹാളിൽ ഉമ്മൻചാണ്ടി ഫൗണ്ടേഷൻ്റെ ഉദ്ഘാടനം നിർവഹിക്കും. 19-ന് ഉമ്മൻചാണ്ടി ലീഡർഷിപ്പ് സമ്മിറ്റ് ഓർഗനൈസ് ചെയ്തിരിക്കുന്നു. അതുപോലെ 20-ന് നിംസുമായി ചേർന്ന് ഒരു മെഡിക്കൽ ക്യാമ്പ്, അത് അലോപ്പതി മെഡിക്കൽ ക്യാമ്പ്, VKM ഹോസ്പിറ്റലുമായി ചേർന്നുകൊണ്ട് ഒരു ആയുർവേദിക് മെഡിക്കൽ ക്യാമ്പ്, 21-ന് ഒരു ബാഡ്മിൻ്റൺ ടൂർണമെൻറ്റ് തിരുവനന്തപുരത്ത് ഓർഗനൈസ് ചെയ്യുന്നു. ഒരു നാഷണൽ ക്രിക്കറ്റ് ടൂർണമെൻറ്റ് തിരുവനന്തപുരത്ത് ഓർഗനൈസ് ചെയ്യുന്നു. അന്ന് വൈകിട്ട് തന്നെ ഒരു പൊതുയോഗം അദ്ദേഹത്തിൻ്റെ ഓർമ്മയിൽ നടത്താൻ ആഗ്രഹിക്കുന്നു. അതുപോലെ തന്നെ 22-ന് ഒരു പരിപാടി സംഘടിപ്പിച്ചിട്ടുണ്ട്. 23-ന് ഗോവ ഗവർണർ വന്ന് ഉദ്ഘാടനം ചെയ്യുന്ന ഒരു ഉമ്മൻചാണ്ടി സ്കോളർഷിപ്പ്, 1000 കുട്ടികൾക്ക് സ്കോളർഷിപ്പ് കൊടുക്കുന്ന പരിപാടി തിരുവനന്തപുരത്ത്. അതുപോലെ തന്നെ 1000 കുട്ടികൾക്ക് പുതുപ്പള്ളിയിൽ സ്കോളർഷിപ്പ് നടക്കുന്ന പരിപാടി ഗവർണർ ഉദ്ഘാടനം ചെയ്യും ജൂലൈ 18-ന്. ഇങ്ങനെ വിവിധ പരിപാടികൾ. അതേപോലെ അദ്ദേഹത്തിൻ്റെ ഓർമ്മയിൽ മലപ്പുറത്ത് ഒരു ഫുട്ബോൾ ടൂർണമെൻറ്റ് ഓർഗനൈസ് ചെയ്യാൻ തീരുമാനിച്ചിരിക്കുന്നു. ഒപ്പം പുതുപ്പള്ളിയിലെ 8 നിയോജക മണ്ഡലങ്ങളിലും ഉമ്മൻചാണ്ടി സ്മൃതി യാത്രകൾ ഈ സമയത്ത് ഉള്ളിൽ നടത്തുന്നതായിരിക്കും. ഇതാണ് ഒരു സംക്ഷിപ്ത രൂപം.
പല പരിപാടികൾ തുടർന്നും നടത്തുമെന്നുള്ളതാണ് നമ്മുടെ വിപുലമായ പരിപാടികളാണ്. അദ്ദേഹം അർഹിക്കുന്ന ആദരം തന്നെയാണ്. നിശ്ചയമായ പരിപാടികളൊക്കെ വളരെ ഗംഭീരമായി നടത്താൻ കഴിയട്ടെ ശ്രീ ചാണ്ടി ഉമ്മൻ. എല്ലാ ഭാവങ്ങളും ആശംസിക്കുന്നു. വലിയ നന്ദിയുണ്ട് ഞങ്ങൾ ഇത്രയും നേരം സഹകരിച്ചത്. താങ്ക് യു വെരി മച്ച്. താങ്ക് യു സോ മച്ച്.